ക്രിപ്റ്റോക്സ് യുദ്ധമിത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാട്ട് എ ചേസ്! ഇന്നലെ DC എന്തൊരു മനോഹരമായിട്ടാണ് ആ ചേസ് ചെയ്തത്. പക വീട്ടാനുള്ളതാണ്. അവർ ആ പകയങ്ങ് വീട്ടിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞതല്ലേ DC പക വീട്ടുമെന്ന്. അപ്പോ ധർമ്മശാല മത്സരം നടന്നത്. ഇതിലൊരു പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ? DC ഫസ്റ്റ് ബോൾ ചെയ്തിട്ട് ഒരൊറ്റ ഓവർ പോലും സ്പിന്നേഴ്സ് കൊടുത്തിട്ടില്ല. 20 ഓവറും കംപ്ലീറ്റ് ചെയ്ത് ഫാസ്റ്റ് ബോളറിനെ വെച്ചിട്ട് 2016 SR ചെയ്ത കാര്യം ഓർമ്മയുണ്ടാവും. അതിനുശേഷം 10 കൊല്ലത്തിന് ഇപ്പറ DC അങ്ങനെ ചെയ്ത് കാണിച്ചു. 20 ഓവറും ഫാസ്റ്റ് ബോളേഴ്സിനെ വെച്ചിട്ട് തന്നെ അവര് കോട്ട കംപ്ലീറ്റ് ആക്കുന്ന കാഴ്ച. പഞ്ചാബിന് വേണ്ടിയിട്ട് പൃഥ്വിരാജ് സിംഗും പ്രിയാൻ ഷാരിയും കൂടി ചേർന്ന് ഓപ്പൺ ചെയ്തു. മിച്ചൽ സ്റ്റാർക്കിന്റെ ആദ്യത്തെ ഓവറിന് 22 റൺസാണ് രണ്ടുപേരും കൂടി അടിച്ചു കൂട്ടിയത്. രണ്ടാമത്തെ ഓവറിൽ എക്യുപ് നബിക്കും അടി കിട്ടുന്നു. എക്യുപ് നബിക്ക് 12 റൺസാണ് എക്യുപ് നബിക്ക് കിട്ടുന്നത്. മൂന്നാമത്തെ ഓവറിൽ ലുങ്കിയൻഗിഡിക്ക് 17 റൺസ്. അങ്ങനെ 3 ഓവർ ആകുമ്പോഴേക്ക് 50ലേക്ക് പഞ്ചാബ് കടന്നു. പിന്നെ 4ാമത്തെ ഓവറിൽ എക്യുപ് നബി എറിഞ്ഞ ഓവറിൽ വീണ്ടും 8 റൺസ്. അങ്ങനെ 4 ഓവർ 59. പവർ പ്ലേ കഴിയുമ്പോഴത്തേക്ക് 72-0. 7ാമത്തെ ഓവറിലാണ് മുകേഷ് കുമാറിനാണ് വിക്കറ്റ് കിട്ടുന്നത്. മുകേഷ് കുമാർ കൃത്യമായി ലൈൻ ലെങ്ത് ഉപയോഗിച്ച് പന്തെറിഞ്ഞപ്പോൾ ഔട്ടായി പോകുന്നു. പൃഥ്വിരാജ് സിംഗിന്റെ വിക്കറ്റാണ് എടുക്കുന്നത്. അക്യുപ് നബി ക്യാച്ച് പിടിച്ചിട്ട് പൃഥ്വിരാജ് ഔട്ട് ആകുന്നു. 15 പന്തിൽ 18 റൺസ്. പക്ഷേ ഒരു ഭാഗത്ത് പ്രിയാൻ ഷാരി വെടിക്കെട്ട് നടത്തുകയായിരുന്നു. 1 ഡൗൺ ആയിട്ട് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യറിനെ ഇറങ്ങി. അത് ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മള് കൂപ്പർ കണ്ണോളിൽ പൊതുവെ 1 ഡൗൺ ഇറങ്ങാറ്. പക്ഷെ ഇന്നലെ അത് ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് അയ്യറിനെ പറഞ്ഞു വിടുന്നത്. അയ്യറും പ്രിയാൻ ഷാരിയും കൂടി വളരെയധികം സ്കോർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നു. മാധവ് തിവാരിയുടെ ഓവറിലാണ് പ്രിയാൻ ഷാരി ഔട്ട് ആവുന്നത്. അപ്പോഴേക്ക് ടീമിന്റെ ടോട്ടൽ 97 ആയി കഴിഞ്ഞു 9 ഓവറിൽ. പ്രിയാൻ ഷാരി ആവട്ടെ 50 തികയ്ക്കുന്ന കാഴ്ചയും കണ്ടില്ലേ. അതേ സീസണിൽ മികച്ച ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. 56 റൺസാണ് യങ് ബാറ്റ്സ്മാൻ അടിച്ചു കൂട്ടിയത് 33 പന്തിൽ. പിന്നെ അയ്യറിന്റെ കൂടെ കൂപ്പർ കണോളി വരുന്നു. കൂപ്പർ കണോളിയും ശ്രേയസും കൂടി ബാറ്റ് ചെയ്യുന്ന കാഴ്ച. അപ്പൊ 9ാമത്തെ ഓവറിൽ വിക്കറ്റ് വീണിട്ട് പിന്നെ അവര് വളരെ പതുക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ച. കാരണം എല്ലാ ഓവറും ഒരു ബൗണ്ടറി അടിക്കുന്നുണ്ട്. ബാക്കിയുള്ള ബോളൊക്കെ സിംഗിൾസും അല്ലെങ്കിൽ ടോപ്പ് വാക്കായിട്ട് അവരെ ഓവർ ഫിനിഷ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. 14 ഓവറിൽ 150 റൺസിലേക്ക് എത്തി. 15 ഓവറിൽ 149 എത്തി. ലുങ്കിയൻ കിടിന്റെ 16ാമത്തെ ഓവർ അല്പ റൺസ് വന്ന കാഴ്ച. പക്ഷെ 17ാമത്തെ ഓവറിൽ മുകേഷ് കുമാർ മികച്ച രീതിയിൽ ബോൾ ചെയ്തു. എന്നാൽ മാധവ് തിവാരിയുടെ 18ാമത്തെ ഓവറിൽ 19 റൺസാണ് കിട്ടിയത്. 19ാമത്തെ ഓവറിൽ ഒരു കാര്യം എന്താ അറിയോ? മിച്ചൽ സ്റ്റാർക്കിന്റെ പന്തിൽ തുടക്കത്തിലെ 2 പന്തും ഔട്ടായി പോകുന്ന കാഴ്ച. പിന്നെ സൂര്യാൻ ഷെഡ്ജെ താണ്ഡവമങ്ങാടി അദ്ദേഹത്തിന് കിട്ടി 4 പന്തിൽ അദ്ദേഹം 16 റൺസ് അടിക്കുന്ന കാഴ്ച കണ്ടില്ലേ. അദ്ദേഹം 8 പന്തിൽ 21 റൺസ് അദ്ദേഹം അടിച്ചത്. ശശാങ്ക് സിംഗ് അവിടെ ഗോൾഡൻ ഡക്ക് ആയിട്ട് മടങ്ങുന്ന കാഴ്ച. സോയിന് 8 റൺസ് മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ. ക്യാപ്റ്റൻ അയ്യർ 59 റൺസുമായി നോട്ട് ഔട്ടായി അദ്ദേഹം പുറത്താവതെ. 36 പന്തിൽ 59 റൺസ്. അങ്ങനെ ജയിക്കാൻ വേണ്ടിയിട്ട് 211 റൺസ് ഡൽഹിക്ക്. അപ്പൊ ഡൽഹി KL രാഹുലും ഡൽഹി ഇന്നലെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. നമ്മൾ പറഞ്ഞ ഡേവിഡ് മില്ലറെ തിരിച്ച് ടീമിനെ കൊണ്ടുവന്ന കാഴ്ച കണ്ടു. സഹിൽ പരാഖിനെ തിരിച്ചു കൊണ്ടുവന്നു. അഭിഷേക് പോറിലെ ടീമിനെ എത്തിക്കുന്ന കാഴ്ച. ഒരുപാട് മാറ്റങ്ങൾ. കരുൺ നായരും സമീർ ഒക്കെ പുറത്ത്, 15 സംഖ്യയൊക്കെ പുറത്ത്. എന്താണ് സംഭവിച്ചെന്നറിയോ? ഇപ്പോ രാഹുലും അഭിഷേക് പോറിനും കൂടി ചേർന്ന് ഓപ്പൺ ചെയ്യുന്നു. PB കേസ് മുണ്ട് പണിയെടുത്തു. ഡൽഹി ചെയ്ത അതേ തന്ത്രം. 20 ഓവറും ഫാസ്റ്റ് ബോളേഴ്സിന് വെച്ചിട്ട് തന്നെ കോട്ട കംപ്ലീറ്റ് ആക്കി PB കേസ്. യശ്വന്ദ്ര ചഹലപ്പോൾ ലോകോത്തര ബോളർക്ക് ഇങ്ങനെ ബോൾ കൊടുത്തിട്ടില്ല. അപ്പോ രാഹുലും അഭിഷേക് പോറും. പക്ഷെ തുടക്കത്തിൽ തന്നെ 2 പേര് ഔട്ടായി പോകുന്ന കാഴ്ചയാണ് കണ്ടത്. യാഷ് താക്കൂർ നമ്മുടെ അഭിഷേക് പോറിനെ പറഞ്ഞേക്കുന്ന കാഴ്ച. പിന്നെ ഹർഷദീപ് സിംഗ് രാഹുലിനെയും പറഞ്ഞേക്കുന്നു. അങ്ങനെ 3 ഓവറിൽ 14 പിന്നെ ട്രിസ്റ്റൻ സ്റ്റെപ്സും സഹിൽ പരാക്കും ഒരു അല്പം അടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ സഹിൽ പരാക്കിന് വിക്കറ്റും പോകുന്ന കാഴ്ചയാണ് പിന്നെ കണ്ടത്. പിന്നെ സ്റ്റെപ്സും അക്ഷർ പട്ടേലും കൂടി ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകവേ സ്റ്റെപ്സ് റൺ ഔട്ട് ആയി പോകുന്ന കാഴ്ച കണ്ടില്ലേ. അങ്ങനെ 9 ഓവറിൽ 76-4. പിന്നെ ഡേവിഡ് മില്ലറും ക്യാപ്റ്റൻ അക്ഷർ പട്ടേലും കൂടി മെല്ലെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അക്ഷർ പട്ടേൽ 50 തേക്കുന്നു. അദ്ദേഹം 14 ഓവറിൽ ടീം 138-5. അപ്പൊ അക്ഷർ പട്ടേലിന്റെ റൺസ് എത്രയാണെന്നറിയോ? അദ്ദേഹം ഇന്നലെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു. വിമർശകർക്ക് മറുപടി നൽകുന്ന കാഴ്ച കണ്ടില്ലേ അക്ഷർ പട്ടേല്.
യഥാർത്ഥത്തിൽ ഇന്നലെ 30 പന്തിൽ 56 റൺസ് അടിച്ചു. പിന്നെ മില്ലറും അശുതോഷ് ശർമ്മയുമാണ് ഗ്രീസിലുള്ളത്. BCക്ക് വിജയിക്കാൻ പറ്റുന്നിട്ടുള്ളതാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് അറിയോ, ഡേവിഡ് മില്ലറും അശുതോഷ് ശർമ്മയും അത്ര വലിയ ഫോമിൽ ഇപ്രാവശ്യം കളിക്കുന്നില്ല. അത് ഒരിക്കലും പ്രശ്നമാണ്. പക്ഷേ അക്ഷർ പട്ടേൽ ഔട്ടായതിനു ശേഷം ഡേവിഡ് മില്ലർ ഉത്തരവാദിത്തം മൊത്തം ഏറ്റെടുത്ത് അടിക്കുന്ന കാഴ്ച കണ്ടില്ലേ. അദ്ദേഹം നമ്മുടെ മാർക്ക് ഓയാൻസിന് അടിക്കുന്നു, അതേപോലെ ബെൻ വാഷേഴ്സിന് 2 സിക്സർ കൊടുക്കുന്നു. പക്ഷെ അദ്ദേഹം തൊട്ടൊരു ഔട്ട് ആയിരുന്നു. പക്ഷെ അപ്പോഴേക്കും മില്ലർ 26 പന്തിൽ തന്റെ 51 റൺസ് അടിച്ച് പോയി. പിന്നെ മാധവ് തിവാരി വന്ന് ഫസ്റ്റ് ബോളിൽ 4 അടിക്കുന്നു. പിന്നെ സ്റ്റോയിനസിന്റെ ആ ഒരു ഓവറിലാണ് കളി മാറിയത്. 19 റൺസിന് സ്റ്റോയിനസ് കൊടുത്ത് 18ാമത്തെ ഓവറിൽ. പിന്നെ 19ാമത്തെ ഓവറിൽ യാഷ് താക്കൂറിന് 22 റൺസ് വിട്ടുകൊടുത്തിട്ട് കളി ഫിനിഷ് ചെയ്യുന്ന കാഴ്ച. 2 ഓവറിലേക്ക് 22 റൺസാണ് ഡൽഹിക്ക് വേണ്ടത്. അടിച്ചങ്ങ് പൊട്ടിക്കുന്നു. 22 റൺസാണ് ഒരൊറ്റ ഓവറിൽ കിട്ടിയത്. ഒരു വിക്കറ്റ് പോയിട്ടുന്ന കാര്യം മറക്കുന്നുമില്ല. ഏതായാലും DC ഇപ്പോൾ വിജയത്തോടുകൂടി സെമീസ് അത് നിലനിർത്തിയിട്ടുണ്ട്. PBKs ആവട്ടെ തുടരാൻ 4 തോൽവികളാണ്. അവർ ഇനിയിപ്പുള്ള കളി അവർക്ക് ക്രൂഷ്യലാണ്. കാരണം ഇനിയുള്ള മത്സരങ്ങൾ അവർക്ക് ജയിച്ചിട്ടെങ്കിൽ പണിയാകും. കാരണം CSKക്കും രാജസ്ഥാനും നമ്മുടെ ഈ പറഞ്ഞ ഡൽഹിക്കൊക്കെ 10-12 പോയിന്റ് അവര് തൊട്ട് പുറകെയുണ്ട് 4, 5, 6 സ്ഥാനങ്ങളിൽ. അപ്പൊ ഈ പ്രശ്നങ്ങളിലേക്ക് പഞ്ചാബ് പോകാൻ ചാൻസ് ഉണ്ട്. ഏതായാലും ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും എത്താം.